Hi friends, welcome to Flywheel. Audi's growth വളരെ ഫാസ്റ്റ് ആണ്. ലോകത്ത് എവിടെ പോലെ തന്നെ ഇന്ത്യയിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഈ വർഷം അതായത് 2011 4 വ്യത്യസ്ത പുതിയ മോഡലുമായിട്ട് വരുമെന്നാണ് ഓഡി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വിൽക്കപ്പെടുന്ന മോഡലായ A4ന്റെ മോസ്റ്റ് പവർഫുൾ എഞ്ചിൻ വേരിയന്റ് ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സോ വാച്ച് ഔട്ട് ദ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് Audi A4 3.2. Audi has always tried to bring out new exciting models. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വേൾഡിലെ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ലക്ഷറി ബ്രാൻഡായി മാറിയിട്ടുള്ളത്. ഈയിടെ ഓഡിയുടെ CEO പറയുണ്ടായി 2013 കൂടിയിട്ട് ഓഡിയുടെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഓഡിയുടെ ഏറ്റവും അധികം സെയിൽ ചെയ്യുന്ന മോഡലായ A4ന്റെ 3.2 Quattro ആണ്. സോ വാച്ച് ഔട്ട് ഫോർ ദ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് 3.2 Quattro. Audi has always tried to balance their design. അതുകൊണ്ടാണ് സിമ്പിൾ ലൈൻസ് ആണെങ്കിൽ കൂടി ഓഡി വളരെ അട്രാക്റ്റീവായി മാറിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന A4 ഇത് ഓഡിയുടെ പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് കൊണ്ടുവന്ന ഒരു മോഡലായിരുന്നു A4. അതിൽ വന്നിരിക്കുന്ന LED ലൈറ്റ് ക്ലസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇന്നിപ്പോൾ ഓഡിയുടെ എല്ലാ മോഡലിലും വന്നതിന്റെ ഒരു തുടക്കക്കാരനെന്ന് വേണമെങ്കിൽ പറയാൻ. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന 3.2 വരുത്തിയിരിക്കുന്ന കാര്യമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ബമ്പറിൽ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ സ്പോയിലർ ആണ്. ഒരു സ്പോട്ടി സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന കളറും ഒരു സിൽവർ കളർ കൊടുത്തതുകൊണ്ട് ഇനിയിപ്പം ഡാർക്ക് കളേഴ്സിലാണെങ്കിലും കുറെ കൂടി എക്സ്പോസ് ചെയ്ത് നിൽക്കും. സോ ഇറ്റ് വിൽ ഫീൽ മോർ ലൈക്ക് ആൻ അഗ്രസീവ് കാർ ഓർ ലൈക്ക് എ സ്പോർട്സ് കാർ. കാരണം ഒരു അഗ്രസീവ്നെസ് ആണ് ഇതിലൂടെ ഓഡി ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം 3.2ന്റെ ആ പവർ കിട്ടുന്ന ഒരു അഗ്രസീവ്നെസ് അത് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഈ സ്പോയിലർ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറും കൂടെ ആയതോട് കുറെ ഒരു സ്പോട്ടിയർ ഫീലാണ് ഈ ഫ്രണ്ടിന് കിട്ടുന്നത്. ഓഡിയുടെ എല്ലാ ഒരു എലമെന്റ്സും ആ ബുൾഗാൻ ഗ്രില്ലും പിന്നെ 4 റിംഗ്സും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നോർമൽ ഓഡിയുടെ എല്ലാ ഫീച്ചേഴ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ എക്സ്ട്രാ ആയിട്ട് ഈ സ്പോയിലർ കൊടുത്തിട്ടുള്ളത്. ആ സ്പോയിലർ കൊടുത്തോട് കൂടിയിട്ട് സാധാരണ ഒരു A4ൽ നിന്നൊരു ഡിഫറെന്റ് ഐഡന്റിറ്റിയാണ് ഈ 3.2ന് ലഭിക്കുന്നത്. സോ ഇറ്റ് ലുക്ക് ലൈക്ക് മോർ ലൈക്ക് ആൻ സ്പോർട്ടി ആൻഡ് അഗ്രസീവ് കാർ. ഓഡിയുടെ സിംപ്ലിസിറ്റി സൈഡ് പ്രൊഫൈലും ശരിക്കും വ്യക്തമാകുന്നുണ്ട്. കാരണം ആകെ കാര്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആ ലൈനിൽ കൊടുക്കുന്ന ഒരു സിംപ്ലിസിറ്റി പക്ഷെ ഒരു ബാലൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് വളരെ അത് അട്രാക്റ്റീവായി മാറുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ റൂഫ് ലൈൻ ആണെങ്കിലും കുറെ കൂടി ഒരു കൂപ്പേ ലൈക്ക് റൂഫ് ലൈൻ ആണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഒരു അട്രാക്ഷൻ എന്നുള്ളത് അടിയിൽ വന്നിരിക്കുന്ന ബോഡി ലൈൻ അത് ഒരു സെക്കൻഡ് ഡോർ അതായത് റിയർ ഡോറിന്റെ അവിടെ അത് മുതൽ കുറച്ചുകൂടി റേസ് ചെയ്ത് പോയിട്ട് അതിന് പാരലായിട്ട് വരുന്ന രീതിയിലാണ് റിയർ ബമ്പറിൽ എത്തുന്നത്. സോ സൈഡിലെ സിമ്പിൾ ആണെങ്കിൽ കൂടി ചെറിയൊരു അഗ്രസീവ്നെസ് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു മോഡലിന് വന്നിരിക്കുന്ന അഗ്രസീവ്നെസ് എന്നുള്ളത് ഇതിൽ സൈഡ് സ്കേർട്ടിങ്സ് ആണ്. ഈ ഒരു സ്കേർട്ടിങ്ങോട് കൂടിയിട്ട് കുറെ കൂടി ഒരു സ്പോട്ടിയർ കാറായിട്ട് മാറാണ് A4 ചെയ്തിട്ടുള്ളത്. So from the side it looked like more than like an elegant car, but with the small features it's very aggressive. Like ഒരു സ്പോട്ടിയർ ഫീൽ ഈ ഒരു ചെറിയൊരു ഫീച്ചറോട് കൂടി ലഭിക്കുന്നുണ്ട്. And with this color I think it's a champagne peach looks very good in this color. കാരണം ഈ ഒരു ക്രോം ബീഡിങ്ങിനെല്ലാം കുറെ കൂടി ഒരു മൈൽഡ് ഫീൽ കിട്ടുന്ന രീതിയിലായി കളർ ഉള്ളത്. ബട്ട് ഇഫ് ഇറ്റ് വാസ് എനി ഡാർക്ക് കളർ ഈ ഒരു ക്രോം ബീഡിങ്ങിൽ കുറെ കൂടി എടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ നല്ലൊരു സൈഡ് മിററാണ് ഈ A4ന് വരുന്നത്. കാരണം കുറെ കൂടി ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ കുറെ കൂടി ഒരു വ്യൂ കിട്ടുന്ന രീതിയിലും പക്ഷെ എന്നാൽ പുറത്ത് ഒരു ഡിസൈൻ ഡിസ്റ്റർബ് ആവാത്ത രീതിയിലാണ് അതിന്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അതിലാണ് LED സ്ട്രിപ്പോട് കൂടി ഒരു ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ ഫ്രം ദ സൈഡ് ഓൾസോ ഇറ്റ് ലുക്ക് വെരി സിമ്പിൾ ബട്ട് സിൻസ് ഇറ്റ് ഇസ് വെരി ബാലൻസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഫ്രണ്ടിലും സൈഡിലും കൊടുത്ത ആ സിംപ്ലിസിറ്റി നോർമലി A4ൽ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു മോഡൽ എനിക്ക് തോന്നി കുറെ കൂടി ഒരു അഗ്രസീവ്നെസ് ആണ്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പോട്ടി സ്പോയിലർ പിന്നെ കൊടുത്തിരിക്കുന്ന ബമ്പറിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഷേപ്പും കട്ടിങ്സ് എല്ലാം തന്നെ കുറെ കൂടി ഒരു അഗ്രസീവ്നെസ് ആണ് കൊടുക്കുന്നത്. നോർമലി ഈ ഒരു മോഡലിൽ A4ൽ വന്ന ഈ ടെയിൽ ലൈറ്റ് സ്റ്റൈലിംഗ് ഡിസൈനിങ് ആണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓഡി മോഡൽസിലേക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിപ്പം തന്നെ നമുക്ക് പുതിയ A8 വരുമ്പോഴും പിന്നെ A7 സ്പോർട്ട് ബാക്ക് വരുമ്പോഴും തന്നെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പുറമെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മോഡലിൽ സ്പെസിഫിക് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുത്തതാണ് ഈ സ്പോട്ടി സ്പോയിലർ. കുറെ കൂടി ഒരു തള്ളി നിൽക്കുന്ന രീതി അതായത് നോർമലി ഒരു റാലി കാറിലെല്ലാം കാണുന്ന രീതിയിൽ ഉള്ള ഒരു സ്പോയിലറാണിത്. കാരണം ഓഡി ഫേമസ് ആയി വന്നത് വേൾഡ് റാലി കാർ ചാമ്പ്യൻഷിപ്പിലായിരുന്നു.
അന്ന് വന്നിരിക്കുന്ന ആ ഒരു മോഡലിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്പോയിലറാണ് ഈ ഒരു വേരിയന്റിലുള്ളത്. കാരണം ഇറ്റ്സ് ബീൻ മോർ സ്പോട്ടി കാർ, ആ ഒരു ഷേപ്പുള്ള സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമായ ചേഞ്ചുള്ള ബമ്പറിന്റെ താഴെ എടുത്ത് കൊടുത്തിരിക്കുന്ന എക്സോസ്റ്റ് പൈപ്പും അതിനോട് ചേർന്നിട്ടുള്ള ഒരു സിൽവർ കട്ടിങ്ങും ആണ്. ആ ഒരു കട്ടിങ്ങും ഫ്രണ്ടിൽ നമ്മൾ സ്പോയിലറിൽ കണ്ട രീതി തന്നെയുള്ളത്. എന്നാൽ അതിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന 2 ഫിൻസ്, അതാണ് കുറെ കൂടി ഒരു സ്പോട്ടിയർ ലുക്ക് നൽകുന്നത്. സോ ഓൾ ടുഗദർ ബൈ ഡിസൈൻ വൈസ് ഇറ്റ് ഇസ് വെരി മച്ച് സിമിലർ ടു ദ നോർമൽ A4, ബട്ട് വിത്ത് സ്മോൾ എലമെന്റ്സ് ഇറ്റ് ലുക്ക് വെരി അഗ്രസീവ് ആൻഡ് വെരി സ്പോട്ടി. Audi A4 സ്റ്റാൻഡേർഡ് ആയത് വന്നിട്ടുള്ള 17-inch അലോയ് തന്നെയാണ് ഈ പെർട്ടിക്കുലർ മോഡലും വന്നിട്ടുള്ളത്. കാരണം ഇന്ത്യൻ കോൺടെസ്റ്റിൽ കുറെ കൂടിയും ഈ പ്രൊഫൈലുള്ള ടയർ ആയിരിക്കും നന്നാവുക എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ ഒരു സൈസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കാരണം കൂടുതൽ അൾട്രാ ലോ പ്രൊഫൈൽ ടയർ ആയിട്ട് പോവുകയാണെങ്കിൽ ദർ ഇസ് ചാൻസ് ടു ബ്രേക്ക് ദ ടയർ. കാരണം നമ്മുടെ റോഡെല്ലാം അത്രയും മോശമായിട്ടുള്ളതാണ്. ബട്ട് ഐ തിങ്ക് ഈ ഒരു ഇത്രയും സ്പോർട്ടീവ് അഗ്രസീവ് ആയ മോഡൽ ആയതുകൊണ്ട് ദ ഷുഡ് ഹാവ് യൂസ് സം അതർ ബെറ്റർ ഡിസൈൻ. കാരണം ഒരു 5-spoke ഡിസൈൻ അല്ലായിരിക്കും കുറെ കൂടി ബെറ്റർ ആയി നിൽക്കുക. കാരണം ആ ഒരു അഗ്രസീവ്നെസ് എല്ലാം കിട്ടാൻ നല്ലത് ഒരു 5-spoke ഡിസൈൻ ആയിരുന്നു. ബട്ട് ദിസ് വൺ ഈസ് എ 7-spoke 17-inch alloy which comes standard as in the A4.